നമസ്കാരം, മല്ലുട്ടൊക്കെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാരെ കണ്ടുവന്നത്? വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി എന്ത് ചെയ്തു? തടഞ്ഞു. ഓക്കെ, അപ്പോൾ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടയാൻ ഒരു കാരണം കൂടിയുണ്ട്. വേടനെതിരെ ഇപ്പോൾ നിലവിൽ പരാതിപ്പെട്ടിട്ടുള്ള 3 സ്ത്രീകളാണ്. അതായത് പലരും പറയുന്നത് പല കാലഘട്ടങ്ങളിൽ വേടൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ കേസ് കൊടുക്കുന്നതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വേടൻ ഒരു സിംഗറാണ്, അത്യാവശ്യം ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം ആ ഒരു ടൈമിൽ എന്താ പറയുക, വേടനോട് ആരാധന തോന്നിയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള പെൺകുട്ടികളിൽ ചിലർ വേടനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടാവും, അവർ പ്രണയത്തിലായിട്ടുണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് പ്രണയത്തിലായിരുന്നൊരു സമയത്ത് രണ്ടാൾക്കാരുടെയും സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഇപ്പോൾ വേടന് ഒരു യുവ ഡോക്ടറായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കാൻ കാരണം ആ ഒരു യുവ ഡോക്ടർ ടോക്സിക് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഒരു ടോക്സിസിറ്റി വേടന് ഈ പറഞ്ഞ മറ്റുള്ള 2 പെൺകുട്ടികളിൽ നിന്നും എന്താ പറയുക ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വേടന് തോന്നിയത് കൊണ്ടാവാം അവരുമായിട്ടുള്ള ഒരു ബന്ധം വേണ്ട എന്ന് വേടൻ വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം അത് ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആരാധികമാരുണ്ടാകും. അയാൾക്ക് ആ ഒരു സെലിബ്രിറ്റിക്ക് ഒരുപാട് ഫീമെയിൽ സുഹൃത്തുക്കൾ ഉണ്ടാവാം. അതിൽ പലരും ഓരോ ടൈമിൽ അയാളുടെ കാമുകിമാരായിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് സമ്മതപ്രകാരം നടന്നൊരു ലൈംഗിക ബന്ധം പ്രണയബന്ധം എന്താ പറയുക ഉപേക്ഷിച്ചതിന്, അല്ലെങ്കിൽ ആ ഒരു പ്രണയബന്ധം രണ്ടാൾ തമ്മിൽ സമ്മതപ്രകാരം നിർത്തിയതിന് ശേഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പിന്നെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി, ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ് വേടൻ. അങ്ങനെ ആ ഒരു ടൈമിൽ എന്താ പറയാ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊണ്ടുവരുന്നത് ഒരു ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു, വേടൻ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് അങ്ങനെ എന്താ പറയാ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ഒരിക്കലും നല്ലൊരു കാര്യമല്ല. ഹൈക്കോടതി അല്ലെങ്കിൽ ഈ ഒരു വേടന്റെ അറസ്റ്റ് തടയാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാരണമായിട്ട് ഹൈക്കോടതി എടുത്തിട്ടുള്ള ഒരു ഇത് എന്താ പറയാ ഒരു ഭാഗം ഈ ഒരു പോർഷനാണ്. അതായത് ഉഭയസമ്മത പ്രകാരം നടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ബന്ധം വേർപിരിയുമ്പോൾ പീഡനം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഹൈക്കോടതി എന്ത് ചെയ്തുള്ളത്, വേടനെ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.